പുലരിക്ക് പിറക്കാതിരിക്കാനാവില്ല, അതൊരു അനിവാര്യതയാണ്. ഇരുട്ടിന് മൂടിവെക്കാനാവില്ല ഒരു സത്യത്തിനെയും. അക്ഷരങ്ങളുടെ ജ്വാലയിൽ അസത്യങ്ങളെ നിഷ്പ്രഭമാക്കി സത്യം വെണ്മയോടെ തെളിഞ്ഞു നിൽക്കും. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വച്ചാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഔദ്യോഗികമായി രൂപീകൃതമായത്. പാരമ്പര്യ ഇസ്ലാമിക വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള പുതിയ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റമാണ് സമസ്തയുടെ പിറവിക്ക് നിദാനമായതെങ്കിൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും നിലപാടുകളും സ്വതന്ത്രമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സമസ്ത പ്രസാധന രംഗത്തേക്ക് കാലെടുത്തു വെക്കുന്നത്. നിഷ്പക്ഷമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ആ വാർത്തകളുടെ അടിസ്ഥാനം മനസ്സിലാക്കി അത് സത്യമാണോ മിഥ്യമാണോ എന്ന് പരിശോധിച്ച് ഏതെങ്കിലും പ്രത്യേകമായ നിലക്കുള്ള ഒരു കക്ഷിത്വം ഇല്ലാത്ത നിലക്ക്, അതോടൊപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് വിഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് വേണ്ടതുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ഈ പത്രത്തിന്റെ വിജയത്തിന്റെ നിദാനം. 1929 അൽ ബയാൻ മാസിക ആരംഭിച്ചുകൊണ്ടാണ് സമസ്ത പ്രസിദ്ധീകരണ രംഗത്തേക്ക് ആദ്യ ചുവടുവെച്ചത്. മുന്നോട്ടുള്ള യാത്രയിൽ സത്യധാര, സുന്നി, അഫ്കാർ, അൽ മുഅല്ലിം, കുരുന്നുകൾ തുടങ്ങി സമസ്ത നേരിട്ട് നടത്തുന്ന നിരവധി പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ വഴിയടയാളങ്ങളാണ്. സമസ്തയ്ക്ക് സ്വന്തമായൊരു പത്രമെന്ന സ്വപ്നത്തിന് 4 പതിറ്റാണ്ട് കാലത്തെ പഴക്കമുണ്ട്. 2014 സെപ്റ്റംബർ 1 സുപ്രഭാതം ദിനപത്രം യാഥാർത്ഥ്യമായത്. നമ്മുടെ ചരിത്രം, വർത്തമാനം, ആശയങ്ങൾ, നിലപാടുകൾ എന്നിവ ലോകത്തോട് നിർഭയം വിളിച്ചു പറയാൻ നമുക്കൊരു മാധ്യമം ആവശ്യമാണെന്ന തിരിച്ചറിവാണ് നമ്മെ മുന്നോട്ട് നടത്തിയത്. പ്രിന്റിംഗ് മീഡിയ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വിലാപം ഉയരുന്ന സന്ദർഭത്തിലാണ് സുപ്രഭാതം ദിനപത്രം ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കാൻ പോകുന്നത്. കേരളത്തിലെ മാധ്യമരംഗത്തേക്ക് 2014 സെപ്റ്റംബർ 1 കടന്നു വന്ന സുപ്രഭാതം 8 എഡിഷനുകളായി ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. സത്യസന്ധമായ വാർത്താവതരണം കൊണ്ട് മാധ്യമരംഗത്ത് പരിമിതമായ സമയം കൊണ്ട് വലിയ മുന്നേറ്റമാണ് സുപ്രഭാതം നടത്തിയതെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. എല്ലാ വാർത്തകളും കൊടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ നൽകുന്ന വാർത്തകളൊക്കെയും 100% സത്യസന്ധമായിരിക്കുമെന്ന് അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ സാധിക്കും. കോട്ടുമല ബാപ്പു മുസ്ലിയാരായിരുന്നു സുപ്രഭാതം ദിനപത്രത്തിന്റെ പ്രഥമ ചെയർമാൻ. കോട്ടുമല ബാപ്പു മുസ്ലിയാർ എന്ന സൂര്യ തേജസ് തന്നെയായിരുന്നു സുപ്രഭാതം എന്ന ആശയത്തെ ഇന്ന് കാണുന്ന വളർച്ചയുടെ പടവുകളിലേക്ക് കൈപിടിച്ചു നടത്തിയത്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കാളമ്പാടി ഉസ്താദ് എന്നീ സ്ഥാപക നേതാക്കൾ സുപ്രഭാതത്തിന്റെ നെടും തൂണുകളായി നിലകൊണ്ടു. പ്രാർത്ഥനകളുടെ നനുത്ത സ്നേഹസ്പർശം കൊണ്ട് സുപ്രഭാതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മഹാത്മാക്കളുടെ അനുഗ്രഹത്തിന്റെ നിറവ് കൂടിയാണ് സുപ്രഭാതത്തിന്റെ നിലനിൽപ്പിന് കരുത്തു പകർന്നത്. കലർപ്പില്ലാതെ, കന്മഷമില്ലാതെ നേരിന്റെ നേർക്കാഴ്ചകൾ, അരുതുകളോട് കലഹിക്കുന്ന സത്യസാക്ഷ്യങ്ങൾ, ആർജവത്തോടെ അടയാളപ്പെടുത്തുന്ന അക്ഷരപ്പൊരുളുകൾ. സുപ്രഭാതം ഒരു അനിവാര്യതയായിരുന്നു എന്ന് കാലം സാക്ഷ്യപ്പെടുത്തി. വിപണിക്കൊപ്പമുള്ള വഴക്കം സാമ്പത്തിക സുരക്ഷിതത്വമേകുന്ന പ്രലോഭന വഴികൾ തീർക്കുന്ന വർത്തമാനകാലത്ത് നിലപാടുകൾ ബലികൊടുക്കാതെ നീതിക്കൊപ്പം
നേരിനൊപ്പം നിലകൊണ്ട ഒരു ദിനപത്രം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന ആശയം അംഗീകരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മലയാളി മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ അനിവാര്യമായ സാഹചര്യം വന്നപ്പോൾ പത്രത്തിന് തുടക്കം കുറിച്ചു. പത്രത്തിന് തുടക്കം കുറിച്ചതോടുകൂടി വലിയ മാറ്റങ്ങളാണ് പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാക്കി തീർത്തത്. കേവലം ഒരു പത്രമല്ല, നേരിനോട് നീതി പുലർത്തുന്ന സമ്പൂർണ്ണ ദിനപത്രമെന്നത് സുപ്രഭാതത്തിന്റെ വളർച്ചയുടെ വഴികളിൽ ഈ നാട് നൽകിയ അംഗീകാരം തന്നെയായിരുന്നു. സുപ്രഭാതം തുടർന്നു വരുന്ന ഒരു രീതി വാർത്തകൾ എങ്ങനെയാണ് പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കാൻ സാധിക്കുക എന്നതല്ല, വാർത്തകൾ എങ്ങനെയാണ് സത്യസന്ധമായി നിഷ്പക്ഷമായി വായനക്കാരിൽ എത്തിക്കുക എന്നുള്ള ഒരു രീതിയാണ്. വിവരങ്ങൾ അനുനിമിഷം വിരൽത്തുമ്പിൽ വിരിയുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ വേഗതയേക്കാൾ വലിയ വെല്ലുവിളി ആ വാർത്തകളുടെ കൃത്യതയും സുതാര്യതയുമാണ്. സാങ്കേതിക വിദ്യയുടെ അതിവേഗ പാതയിൽ സഞ്ചരിക്കുമ്പോഴും സത്യത്തിന്റെ കരുത്ത് ചോർന്നു പോകാത്ത വാർത്താ സംസ്കാരമാണ് സുപ്രഭാതം പങ്കുവയ്ക്കുന്നത്. അത്യാധുനികമായ പ്രിന്റിംഗ് ടെക്നോളജിയുടെ കരുത്ത്, ലോകത്തിന്റെ ഏത് കോണിലുമുള്ള വാർത്തകൾ തത്സമയം ഒപ്പിയെടുക്കാനുള്ള ഹൈടെക് സംവിധാനങ്ങൾ. എന്നാൽ എല്ലാ സാങ്കേതിക തികവിനുമപ്പുറം ഓരോ വാർത്തയ്ക്കും പിന്നിൽ മായം കലരാത്ത സത്യസന്ധതയുടെ ഒരു മുഖമുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ നാവും നിലപാടുമായി മാറാൻ സുപ്രഭാതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനുമപ്പുറം നേരുള്ള നിലപാടുകൾക്കൊപ്പം നിലകൊണ്ട് നിവർന്നു നിന്നിട്ടുണ്ട്. നിലപാടിലെ കൃത്യതയും കണിശതയും കൊണ്ട് അനീതികളോട് കലഹിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നടന്നിട്ടുള്ളത്. സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തി നാടിനൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ ആർജവത്തോടെ ഉയർത്തിപ്പിടിച്ച് എന്നും ധാർമ്മികതയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. വഖഫ്, SIR, CAA, NRC, കുട്ടിക്കടത്ത് വിവാദം, പ്രവാസി വോട്ട് അഴിമതി, സ്വജനപക്ഷപാതം നിലപാടുകൾ കൊണ്ട് വാർത്തകളിൽ ശ്രദ്ധേയമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാലം. 6 എഡിഷനുകളോടെയായിരുന്നു തുടക്കം. ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, തൃശൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങൾക്ക് പുറമെ ദുബായിലും എഡിഷൻ ആരംഭിച്ചു. സുപ്രഭാതത്തിന്റെ വളർച്ചയുടെ നാൾവഴികളിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ജനവിഭാഗങ്ങളുടെയും പിന്തുണയും സഹകരണവും വിലമതിക്കാനാവാത്തതാണ്. വിഷയങ്ങളിലെ വൈവിധ്യവും സത്യസന്ധതയും സുപ്രഭാതത്തെ എന്നും വേറിട്ട് നിർത്തി. ഡിജിറ്റൽ മീഡിയകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന കാലത്ത് സുപ്രഭാതം ഡിജിറ്റൽ മീഡിയ രംഗത്തേക്ക് കൂടുതൽ ചുവടുറപ്പിക്കുന്നു. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ അക്കൗണ്ടുകൾക്ക് പുറമെ വെബ് പോർട്ടലിലും സുപ്രഭാതം ശക്തമായ ഇടപെടൽ നടത്തുന്നു. വരുംകാല സുപ്രഭാതം ഓൺലൈൻ നവീന സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ പുതിയ കാലത്തെ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. സുപ്രഭാതം ഇവിടെയുണ്ട്. സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അന്തസ്സോടെ, അഭിമാനപൂർവം. സാങ്കേതിക വിദ്യ മാറാം, വായനാശീലങ്ങൾ മാറാം, പക്ഷേ സത്യത്തോടുള്ള പ്രതിബദ്ധത മായമില്ലാതെ, മാറ്റമില്ലാതെ തുടരുന്നു. സുപ്രഭാതം, മലയാളത്തിന്റെ സുഹൃതം.